ഹായ് ഹലോ ഷന്തീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വാഴക്കൂമ്പ് പരിപ്പിൽ ചേർന്ന തോരനാണ് വയ്ക്കുവാനായിട്ട് പോകുന്നത്. അതിനാവശ്യമായിട്ട് ഒരു വാഴക്കൂമ്പ് ഇവിടെ തയ്യാറാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തെ കറുത്ത തൊലി മുഴുവൻ കളഞ്ഞതിന് ശേഷം അതിൻ്റെ വെളുത്ത തൊലി വരുന്ന ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച ഈ വാഴക്കൂമ്പ് ഇത് കഴുകുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ നമ്മളിത് കൊത്തി അരിയുവാനായിട്ട് പോവുകയാണ്. അപ്പം കൊത്തി അരിയുന്ന ഈ വാഴക്കൂമ്പ് കൊത്തി അരിയുമ്പോൾ പലരുടെയും വിചാരം കയ്യിലൊക്കെ കറ പിടിക്കും, കറുത്തിരിക്കും, കൈയൊക്കെ വൃത്തികേടാക്കും. അങ്ങനെയാണ് പലരും ഇതൊക്കെ എടുക്കുവാനായിട്ട് മടിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് കയ്യിൽ അല്പം വെളിച്ചെണ്ണ തടകിയോ ഒരു ഗ്ലൗസൊക്കെ ഇട്ടതിന് ശേഷമോ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതായിട്ടുള്ള വിഭവങ്ങളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് കീടനാശിനികളോ ഒന്നും അടിക്കാതെയൊക്കെ എടുക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ഈ കട്ടിയിൽ വരുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ കുത്തിയെടുത്ത് കളയും. കാരണം അത് ഉപയോഗിച്ചാൽ കയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വാഴക്കൂമ്പ് കൊത്തി അരിയുന്ന മൊത്തം തീരുന്നിടം വരെയും ഈ നടുക്കത്തെ ഭാഗം നമ്മൾ എടുക്കത്തില്ല, അതിങ്ങനെ കളഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കൂമ്പ് മുഴുവനായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞ കൂമ്പിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഞെരടിയെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഴ കൂമ്പിനകത്തൊക്കെ നാര് പോലുള്ള ഭാഗമുണ്ട്, നൂല് പോലെയുള്ള ഭാഗം. അപ്പോൾ അതിനെ ഒന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നല്ലവണ്ണം ഒന്ന് ഞെരടി എടുത്തതിന് ശേഷം പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരു ഈർക്കിൽ വെച്ചിട്ടാണ് ഇതിനകത്തൂടെ ഇങ്ങനെ വട്ടത്തിൽ 2-3 ഈർക്കിൽ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം ഈ കൂമ്പിനകത്തൂടെ ഇങ്ങനെ വട്ടത്തിലൊന്ന് ചുറ്റി കൊടുക്കുമ്പോൾ ആ നൂല് പോലൊക്കെ വരുന്ന ഭാഗമൊക്കെ ആ ഈർക്കിലേലിങ്ങി ചുറ്റി വരും. അപ്പോൾ അത് നമ്മൾ നീക്കം ചെയ്യും. ഇപ്പോൾ ഈർക്കിലെടുത്തുകൊണ്ട് വരാനായിട്ടുള്ള ഒരു താമസത്തിന് അതിനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാനിവിടെ ഒരു കുഞ്ഞു ഫോർക്ക് എടുത്തിട്ട് അതിനകത്തൂടി ഇങ്ങനെ വട്ടത്തിലൊന്ന് ചുറ്റിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വട്ടത്തിലൊന്ന് കറക്കി കഴിയുമ്പോൾ ആ നൂല് പോലുള്ള ഭാഗങ്ങളൊക്കെ ആ ഫോർക്കയിൽ ചുറ്റി പിടിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വായിലിങ്ങനെ നാര് തടയുന്നത് പോലെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഇതിനെയൊക്കെ നമ്മൾ നീക്കം ചെയ്യുകയാണ്. ഇനി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കൂമ്പെല്ലാം അരിഞ്ഞ് നല്ല ഭംഗിയാക്കി നാരുകളെയൊക്കെ നീക്കം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയത് പരിപ്പാണ്. ഇപ്പോൾ ഒരു പിടി പരിപ്പ് എത്രമാത്രം കൂമ്പുണ്ട് അതിൻ്റെ അനുസരിച്ച് ആവശ്യത്തിന് അത് കണ്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് പരിപ്പെടുത്തിട്ട് ഞാനൊരു 10-20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുകയല്ല, അല്ലാതെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. അത് വെന്തുടയാതെ നമ്മൾ സൂക്ഷിക്കണം. സാധാരണ കൂമ്പ് വേവിച്ചിട്ട് അതിനകത്തേക്ക് വെന്ത പരിപ്പ് ഇട്ട് കൊടുത്താണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, എളുപ്പവഴിക്കാണ്. പരിപ്പ് വെന്ത് ഇനി കുറച്ച് വെള്ളം കൂടെ, ഇച്ചിരി വെള്ളം കൂടെ ഉള്ളൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റിനുള്ളിൽ അത് നമുക്ക് എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കൂമ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് കൂമ്പ് നമുക്ക് വെന്തെടുക്കുവാനായിട്ട് സാധിക്കും. അത്രയും വെള്ളമേ അതിനകത്തുള്ളൂ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരപ്പിനാവശ്യമായിട്ട് തേങ്ങായും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അല്പം ജീരകവും കൂടെ ചേർത്ത് അരച്ചെടുത്ത് ഈ അരപ്പും കൂടെ അരച്ച് ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കിയെടുക്കുമ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള കൂമ്പുതോരൻ റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇതിനകത്ത് കടുക് വറുത്ത് ചേർക്കുന്നില്ല, എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബായ്.